മഴ കനത്തതോടെ മണത്തണ കൊട്ടിയൂർ റോഡിലൂടെയുള്ള യാത്ര ദുരിതത്തിലായി. റോഡിന് വശങ്ങളിലായി മതിയായ രീതിയിൽ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ റോഡിലൂടെ വെള്ളം ഒഴുകുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. വെള്ളക്കെട്ടു കാരണം സ്കൂൾ വിദ്യാർത്ഥികളും ഇരുചക്ര വാഹന യാത്രക്കാരുമാണ് കൂടുതൽ ദുരിതമനുഭവിക്കുന്നത്. മണത്തണ കൊട്ടിയൂർ റോഡിൽ മതിയായ രീതിയിൽ ഓവുചാലുകൾ ഇല്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. പല സ്ഥലങ്ങളിലും ഓവുചാൽ ഉണ്ടായിരുന്നെങ്കിലും ജൽജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പിടാൻ കുഴി കുഴിച്ചതുമൂലം ഉണ്ടായിരുന്ന ഓവുചാലുകൾ കൂടി മൂടിപ്പോയ സ്ഥിതിയാണ്. ശക്തമായ ഒരു മഴ പെയ്താൽ പല സ്ഥലങ്ങളിലും റോഡിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ്. കണിച്ചാർ പഞ്ചായത്തിലെ ചാണപ്പാറ അങ്കനവാടിക്ക് സമീപവും ഇത്തരത്തിലുള്ള സ്ഥിതിയാണ്. മുഴുവൻ വെള്ളവും റോഡിലൂടെയാണ് ഒഴുകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതുമൂലം ദുരിതം പേറുന്നത്. മണത്തണ മുതൽ കൊട്ടിയൂർ വരെ പല ഭാഗങ്ങളിലായി വെള്ളക്കെട്ടുകളുണ്ട്. ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ കാരണം ഇരുചക്ര വാഹന യാത്രക്കാരും വലിയ രീതിയിലാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. എതിരെ നിന്നും വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ചെളിയിൽ കുളിക്കുകയാണ്. മഴ പെയ്യുന്ന സമയങ്ങളിലാണെങ്കിൽ കോട്ടുണ്ടെന്നെങ്കിലും ആശ്വസിക്കാം. അല്ലാത്ത സമയങ്ങളിൽ വായിലും മൂക്കിലും വരെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് ഇരുചക്ര വാഹന യാത്രക്കാർ പറയുന്നു. കൊട്ടിയൂർ റോഡിലെ ചാണപ്പാറ എന്ന സ്ഥലത്ത് നമ്മളെ അംഗനവാടിയുടെ ആ ഇറക്കത്തിലാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ റോഡിൻ്റെ രണ്ട് സൈഡിലൂടെ പോകാതെ റോഡിലൂടെ കംപ്ലീറ്റ് വെള്ളം പോകുന്നു. നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലാണ്. അതിന് രണ്ട് സൈഡിലൂടെ ഡ്രെയിനേജ് എടുത്തു വിട്ടാൽ ആ വെള്ളം കംപ്ലീറ്റ് അതിലെ ഒഴുകി പോകാൻ. ഇപ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. റോഡിൽ ആ വെള്ളം കംപ്ലീറ്റ് പോകുന്നത്. പിന്നെ നടന്നു പോകുമ്പോൾ തന്നെ നടന്നു പോകുന്നവർക്ക് റോഡിൽ മേൽ നടക്കാൻ പറ്റുന്നില്ല. ബസ് വാഹനങ്ങൾ പോകുമ്പോൾ കംപ്ലീറ്റ് ദേഹത്താണ് ധരിക്കുന്നത്. അപ്പോൾ അതിന് ഡ്രെയിനേജിൻ്റെ ഒരു അടിയന്തര ആവശ്യമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി പല ഭാഗങ്ങളിൽ വെള്ളം പാഴാകുന്നതും കാണാറുണ്ട്. റോഡിലെ വെള്ളമൊഴുകുന്നത് തടയാൻ ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.